ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആഷ്ന. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന അടുത്ത ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ്, അടുത്ത ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഏതൊക്കെ എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രി ലെവൽ കഴിഞ്ഞിരിക്കുകയാണ്, ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, അടുത്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് PSCക്ക് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ ഒരു കഫേയിൽ പോയിട്ട് PSC പരീക്ഷയ്ക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, വൺ ടൈം രജിസ്ട്രേഷൻ PSCയിൽ ചെയ്യുക. ഇനി 2025 നമുക്കിനി ഒരുപാട് എക്സാമുകൾ വരാനിരിക്കുന്നുണ്ട്. അതായത് ഓൾറെഡി നമുക്ക് കുറച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചും ഓരോന്നുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ അവസാനം വന്നത് 2022 നവംബർ മാസം 30 ആയിരുന്നു. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചത് 2024 മാർച്ച് 11 ഇനി ഇതിനകത്ത് മെയിൻ ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടു എന്ന് ചോദിച്ചാൽ 770 പേര് ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ഇതിൽ നിന്ന് നിലവിൽ പോയിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ 257 ആണ്. ഓക്കെ, എത്രയാണ്? 257 ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് വെച്ചാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് പരീക്ഷയായിരുന്നു. നമുക്ക് 57 മാർക്കായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 2024 മാർച്ച് മാസം 11 റാങ്ക് ലിസ്റ്റ് വന്നാൽ ഈ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പോൾ 2025, 6, 7 അതായത് 2027 മാർച്ച് മാസം 10 രാത്രി 12 മണിയാകുമ്പോൾ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, അവിടെ ഡിലീറ്റ് ആവും, ക്യാൻസൽ ആവും. അപ്പോൾ അന്നേ 2027 തന്നെ PSCക്ക് എന്ത് ചെയ്യണം, പുതിയ റാങ്ക് ലിസ്റ്റ് അവിടെ നിലവിൽ വരുത്തണം, അല്ലെ? പുതിയ റാങ്ക് ലിസ്റ്റ് 2027 വരണമെങ്കിൽ പരീക്ഷ എപ്പോൾ നടക്കണം? 2026 ആകുമ്പോഴേക്കും ഇതിനെന്തുണ്ടാകും, ഒരു പ്രിലിംസ് എക്സാം ഉണ്ടാകും, മെയിൻസ് എക്സാം ഉണ്ടാകും, അല്ലെ? ഇപ്പൊ ഇത് രണ്ടും കഴിഞ്ഞിട്ടായിരിക്കും 2027 എന്ത് ചെയ്യത്തുള്ളൂ, PSC റാങ്ക് ലിസ്റ്റ് വിടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ 2025 ഡിസംബർ മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷൻ വരണം, അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും പ്രോസസ്സ് ഇവിടെ നടക്കുകയാണ്. അപ്പൊ ഈ വർഷം എന്താണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബാണ്, നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നത്. അടുത്തത് വളരെ ഏറ്റവും കൂടുതൽ PSCയിൽ നമുക്കറിയാം അഡ്വൈസുകളും അതുപോലെ വേക്കൻസീസും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയൊരു പോസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. 2 നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരുന്നത്. ഒന്ന് നമുക്ക് കോർപ്പറേഷനിലേക്ക് വരും, അതായത് നമ്മളുടെ KSRTC, അതുപോലെ തന്നെ നോക്കിക്കേ SFCK, അതുപോലെ KLDB തുടങ്ങിയ ലെവലിലേക്ക് നമുക്ക് കമ്പനി കോർപ്പറേഷൻ വരുന്നുണ്ട്. അതുകൂടാതെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമുക്ക് KSCB, അതുപോലെ KMML തുടങ്ങിയ കമ്പനി ബോർഡിലേക്കും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നിങ്ങൾ നോക്കിക്കോളൂ, നമുക്ക് 2022 ഫെബ്രുവരി 28 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഈ പരീക്ഷയുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെയാണ് ഞാൻ പറയുന്നത്. KSFEയിലേക്കും KCB ഉള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ 2022 ഫെബ്രുവരി 28 നോട്ടിഫിക്കേഷൻ വന്ന് 2024 മാർച്ച് മാസം 13 ആയിരുന്നു റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് മെയിൻ ലിസ്റ്റിൽ ഏകദേശം 3763 പേര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1393 പേർക്ക് അഡ്വൈസ് ലിസ്റ്റും നിലവിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വളരെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള വേക്കൻസീസും നിയമനവും നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്.
അന്ന് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 48.33 ആയിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെയും കാലാവധി ഇന്ന് തീരും 2027 മാർച്ച് മാസം 12-ാം തീയതി തീരുകയാണ്. അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ തന്നെ നമ്മളുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകളുടെ ഒക്കെ റാങ്ക് ലിസ്റ്റ് ഏകദേശം എന്താണ് അടുത്തടുത്ത് തന്നെയായിട്ട് തീരുകയാണ് അല്ലെ. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ വേറെ ഒരെണ്ണം കൂടെ ഞാൻ പറയാം. ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ എന്താണ് SFCK അതുപോലെ KSRTC തുടങ്ങിയ കോർപ്പറേഷനിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത് വന്നത് 2021 ഡിസംബർ മാസം 30-ാം തീയതിയായിരുന്നു. ഓക്കെ, റാങ്ക് ലിസ്റ്റ് വന്നത് 2024 ജാൻ 29-നാണ്. ജാൻ 29-നായിരുന്നു ഇതിന്റെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റിൽ 1734 പേര് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ 1734 പേരുണ്ടെങ്കിലും അഡ്വൈസ് പോയിരിക്കുന്നത് 721 പേർക്കാണ്. ഇനി ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് 53.67 ഇതിന്റെ കട്ട് ഓഫ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് SBCID ഓൾറെഡി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു, അത് അപ്ലൈ ചെയ്തിട്ട് കുറെ പേരുണ്ട്. പോലീസ് വകുപ്പിലേക്ക് അല്ലെ SBCID എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന് നമ്മളതെല്ലാം അയച്ച് ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് മെയിനായിട്ട് നമുക്ക് വരുന്ന ഒന്നാണ് എക്സൈസ് ഇൻസ്പെക്ടർ. ജൂലൈ മാസം 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി നമ്മളെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ PSC നമുക്ക് ജൂലൈ മാസം 6-ാം തീയതി എന്താണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞെങ്കിൽ കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അടുത്ത നോട്ടിഫിക്കേഷൻ 31-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മളത് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. 2019-ലാണ് ലാസ്റ്റ് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. കോവിഡ് ഒക്കെ കാരണം കേസ് ഒക്കെ കാരണം അതിന്റെ റാങ്ക് ലിസ്റ്റ് കുറച്ച് അങ്ങോട്ട് നീണ്ടുപോയി. 2023 ഡിസംബർ മാസം 28-ാം തീയതിയായിരുന്നു അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റില് 141 പേര് പോയിട്ടുണ്ടായിരുന്നു. കട്ട് ഓഫ് വരുന്നത് 45 മാർക്കായിരുന്നു. അപ്പം 2026 ഡിസംബർ മാസം അല്ലെ 27-ാം തീയതി ആകുമ്പോഴത്തേക്കും എന്ത് വേണം, അവിടെ കാലാവധി അല്ലെ തീരുകയാണ്. യഥാർത്ഥത്തില് നമുക്കിനി നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം കഴിഞ്ഞ് നടത്താനായിട്ട് ടൈം അവിടെ എന്താണ് വളരെ കുറവാണ് അല്ലെ. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ സബ് ഇൻസ്പെക്ടർ പക്ഷെ നമുക്ക് ഇയർലി വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. പക്ഷെ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ അതുപോലെ നമ്മളുടെ അസിസ്റ്റന്റ് പ്രിസണറിനൊക്കെ 3 ഇയർ ഇതിൽ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ട്. ഇനി അടുത്തത് വളരെ നല്ലൊരു പോസ്റ്റിനെ കുറിച്ചുകൂടി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ്. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് 2020-ലാണ്. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നു. പരീക്ഷ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് നീണ്ടുപോയി. റാങ്ക് ലിസ്റ്റ് വന്നത് 2023 ഓഗസ്റ്റ് 8-നാണ്. 2023 ഓഗസ്റ്റ് 8-ന്. അപ്പോൾ 2026 ഓഗസ്റ്റ് 7 ആകുമ്പോഴത്തേക്കും എന്താണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്താണ് അവിടെ തീരുകയാണ്. ഓക്കെ, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇവിടെ തീരുകയാണ്. അപ്പൊ നോക്കിക്കേ, ഈ ഒരു നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും റാങ്ക് ലിസ്റ്റ് ഞാൻ അവിടെ കാണിച്ചു പറയാനുള്ള ഒരു കാര്യം, ഇതിന്റെയൊക്കെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ എപ്പോൾ വരണോടാ, 2025 ഡിസംബറിനുള്ളിൽ വരണം. 2026 എക്സാം നടത്തണം. നമുക്കറിയാം ഇതിനിപ്പോ പ്രിലിംസും മെയിൻസുമായിട്ടാണ് എക്സാം നടത്തുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും പ്രിലിംസ് ഒരുമിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഓരോന്നിന്റെയും മെയിൻസ് സെപ്പറേറ്റ് ആണ്. അപ്പൊ സബ് ഇൻസ്പെക്ടർ നമുക്കറിയാം, സബ് ഇൻസ്പെക്ടർ ഇപ്പൊ ഒരു പ്രിലിംസ് കഴിഞ്ഞേ ഉള്ളൂ, അതിന്റെ മെയിൻസ് കഴിഞ്ഞിട്ടില്ല. അതിന് മുൻപിന്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ ഉണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് സബ് ഇൻസ്പെക്ടർ വരുള്ളൂ. എങ്കിൽ കൂടി ഇയർ ബേസിസിൽ എല്ലാ ഇയറിലും ഇത് വിളിക്കുന്നതുകൊണ്ട് 2025 ഡിസംബറിൽ ഇതിന്റെ എന്ത് സംഭവിക്കും, നോട്ടിഫിക്കേഷൻ എന്തായാലും PSC പുറത്തേക്ക് വിടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നോട്ടിഫിക്കേഷൻ എന്തായാലും 2025 നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഡിസംബറിനുള്ളിൽ
അതായത് 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലാണ് എങ്കിൽ, ഇത് രണ്ടും ഇൻക്ലൂഡഡ്, 36 വയസ്സായി പൂർത്തിയായതാണെങ്കിലും 18 വയസ്സ് പൂർത്തിയായവർക്കും ഇതിന് അപേക്ഷിക്കാം. OBC എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 39 വയസ്സ് വേണം. SC/ST ആണെങ്കിൽ 41. ഇതിനകത്ത് സബ് ഇൻസ്പെക്ടറിനും എക്സൈസ് ഇൻസ്പെക്ടറിനും ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. ഇത്ര ഏജ് ലിമിറ്റ് വരുന്നില്ല. ബാക്കി ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ ഏജ് ലിമിറ്റ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പം മെയിനായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴേ മുതൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് പ്രിലിംസ് പഠിക്കാന്ന് പറഞ്ഞാൽ സാധാരണ PSC നടത്തുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിലാണ് അവർ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും. അപ്പോൾ ആ ഒരു ചുരുങ്ങിയ ടൈമിൽ നമ്മൾ എത്രമാത്രം പഠിച്ച് നമുക്ക് അവിടെ എങ്ങനെ സബ്മിറ്റ് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും നമ്മളുടെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോഴേ മുതൽ നിങ്ങൾക്ക് എന്താ പഠിക്കേണ്ടത്, എവിടെ തുടങ്ങണം ഒന്നും അറിയാതിരിക്കുന്നവരാണോ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു ദിവസം എന്ത് കൃത്യമായി പഠിക്കണം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു തരാം. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കോഴ്സിനും കൂടിയിട്ട് നിങ്ങൾ സിംഗിൾ ആയിട്ട്, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ എക്സാമിനോട് കൂടിയിട്ട് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരു ദിവസം 3 ക്ലാസ്, അതിന്റെ PDF നോട്ട്സ് ഡെയിലി, മറ്റുള്ളവരുടെ കൂട്ടൽ അക്കാഡമി കൂട്ടല്ല, നമ്മുടെ അക്കാഡമി ഡെയിലി നിങ്ങൾക്ക് എക്സാം തരുന്നുണ്ട്. ഓരോ Day 1, Day 2, Day 3, Day 4, Day 5 അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി തരുന്നു. അതിന്റെ കൂടെ എക്സാം നടത്തുന്നു. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. യൂട്യൂബിനകത്ത് നമ്മൾ കമന്റ് ബോക്സിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാടാ അത് നോക്കിയിട്ട് അതിലൊന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.